ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ദം ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടും നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള 3 സവാള എടുത്താണ്. അതുപോലെ തന്നെ 2 തക്കാളി, പിന്നെ 6 പച്ചമുളക് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഒരു പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി എടുത്താണ്. ഇനി നമുക്ക് ഇതിന് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്താണ് നമുക്ക് ഒന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു വലിയ പാത്രം വെച്ച് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ച് മാത്രം സവാള അരിഞ്ഞത് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായി വന്നാണ്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. സവാള കോരിയെടുത്ത ശേഷം ഇതുപോലൊന്ന് പരത്തിയിട്ട് കൊടുക്കണേ. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുത്താൽ അതേ ഓയിൽ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ കാഷ്നട്ട് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഉണക്കമുന്തിരി ഒന്ന് റെഡി ആയി വന്നപ്പോൾ അതൊന്ന് കോരി മാറ്റുകയാണ്. ഇനി ഇതേ ഓയിൽ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള വഴറ്റി വന്നോളും. ഇതിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് അടച്ച് വെച്ചാണ് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണേ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികൾ മാത്രം ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഉപ്പൊക്കെ നോക്കി ചിക്കനിലേക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഏകദേശം ഒരു 3/4 കിലോനോളം ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മസാലയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാലയിൽ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് ഇത് അടച്ചു വെച്ച് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് തുറന്നാണ്ട് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യണേ. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 3/4 കിലോൻ്റെ അടുത്തായിട്ടുണ്ടാകും. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഇതാ ഞാനിവിടെ റൈസ് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് അധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പട്ട, ഏലക്കായ, ഗ്രാമ്പൂ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ അരി അളന്നെടുത്ത കപ്പിന് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് റൈസിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഇത്തിരി ഒന്ന് മുന്തി നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ റൈസ് വെന്ത് വരുമ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ.
ഇനി ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇത് അടച്ച് വെച്ചുകൊണ്ട് ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് തുറന്നുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ ഇളക്കി കൊടുക്കുകയാണേ. നന്നായിട്ടൊന്ന് റൈസ് ഇളക്കി മറിച്ച ശേഷം ഒന്നും കൂടി അടച്ച് വെച്ചാണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കട്ടെ. അപ്പോൾ നല്ല പാകത്തിന് തന്നെ റൈസ് വെന്ത് വരും. ഇതിപ്പോൾ വീണ്ടും ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റൈസൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയണേ. അപ്പോഴേക്കും ഇതാ നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ റെഡിയായി വന്നാണ്. ചിക്കനൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നാണ് കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാനായിട്ട് തുടങ്ങാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസിൽ നിന്ന് പകുതി ഭാഗം ഇതിന് മുകളിലേക്ക് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ റൈസിൻ്റെ പകുതി ഭാഗം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇനി അതിൻ്റെ മേലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ 1-2 നുള്ള് ഗരം മസാലപ്പൊടി കൂടെ വിതറിയിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മേലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലായിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ഉണക്കമുന്തിരിയും മല്ലിയില ഗരം മസാലപ്പൊടി അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ മൂടി വെച്ച് തന്നെ ഒന്ന് ടൈറ്റാക്കി അടച്ചു വെക്കാം. അപ്പോൾ ഫോയിൽ പേപ്പർ ഒന്നും ഇല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള ഒരു മൂടി വെച്ച് തന്നെ അടച്ചുകൊണ്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലാക്കി വെച്ചുകൊണ്ട് നല്ലോണം കുറച്ച് വെക്കട്ടോ. മാക്സിമം എത്ര കുറച്ച് വെക്കാൻ പറ്റുമോ അത്രയും കുറച്ച് വെച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണീൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 3-4 ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളകും, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില അത്രയും കൂടി ഇട്ട് ഒന്ന് നമുക്ക് ആദ്യം ക്രഷ് ചെയ്തെടുക്കാം. ഇതൊന്ന് ക്രഷ് ചെയ്ത ശേഷമാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ തേങ്ങ ഇട്ട് കൊടുത്താണ്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഇതാ തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്താണ്. ഇനി ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി വിനാഗിരി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ബിരിയാണീൻ്റെ കൂടെ കഴിക്കാനുള്ള ചമ്മന്തി റെഡിയാക്കാനായിട്ട്. ഇത് ബിരിയാണീൻ്റെ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ ദമ്മൊക്കെ ചെയ്ത് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കട്ടോ. അപ്പോൾ ഇതാ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ നമ്മളെ ബിരിയാണി സെർവ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള നമ്മൾ ചിക്കൻ ബിരിയാണി റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഒരിക്കൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗായ്സ്.